നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് മത്തൻ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഒരു കഷ്ണം മത്തൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേ പരുവത്തിൽ മുറിച്ചെടുത്താൽ മതി. പിന്നെ എടുത്തത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അരമുറി തേങ്ങ ചെരുകി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പുളിക്ക് ആവശ്യമായ തൈര് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. കഴുകിയ മത്തൻ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട, ഈ കഴുകിയെടുത്ത വെള്ളം മാത്രം മതി. ഇതിലേക്ക് എടുത്തു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളം വറ്റിച്ചെടുക്കുക. അങ്ങനെ മത്തൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നനച്ച് കൊടുക്കാം, ലേശം മതി. ഇനി ഇത് വെള്ളം വറ്റി വരട്ടെ. ഇതിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതാകുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഇനി തൈരും കൂട്ടി ഈ തേങ്ങ അരച്ചെടുക്കുക. പിന്നെ കടുക് ചതച്ചെടുത്താൽ മതി, നല്ലോണം അരയണ്ട. തേങ്ങ അരച്ച് കഴിയാനാകുമ്പോൾ ഈ കടുക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇനി അരച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മളെ മത്തൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. അങ്ങനെ വെന്തൊടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇത് തണിഞ്ഞ് വരട്ടെ. മത്തൻ തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഉടയാൻ പാടില്ല, ഇതേപോലെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുകയേ വേണ്ടൂ. ഇനി അരച്ചത് നമുക്ക് ഇതിലേക്ക് കലക്കി കൊടുക്കാം. അരച്ചത് റെഡി ആയിട്ടുണ്ട്. അരച്ച വെള്ളവും ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കലക്കി കൊടുക്കാം. തേങ്ങ ഇതിലേക്ക് ചേർത്തു. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിത് നന്നായി ചേർത്ത് കൊടുക്കുക. ഈ സമയം നമുക്ക് ഉപ്പ് പുളി എല്ലാം ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ തൈര് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമെല്ലാം കണക്കാക്കി എടുത്തിട്ടുണ്ട്. ഇത്ര വെള്ളം മതി. പുളി നമ്മൾ കുറേ ചേർക്കണ്ട, എന്നുവെച്ചാൽ കുറച്ച് സമയം വെക്കുമ്പോൾ പച്ചടിക്ക് പുളി കൂടി വരും. അപ്പോൾ ഇത്ര കണക്കാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിട്ടിടാം. അതിന് ഞാനൊരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ മത്തൻ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.